بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസം ആദരണീയമാണ് എന്നത് തർക്കമില്ലാതെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. റജബ് മാസം ദുആക്ക് ഇജാബത്തുള്ള മാസമാണെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ റജബ് മാസത്തിന് ഒരു ആദരണീയ പവിത്രത കൽപ്പിക്കുന്ന മുസ്ലിം സമൂഹം റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ മറ്റിതര സമയത്തെ വെള്ളിയാഴ്ചയെ പോലെയല്ല അതിനെ കാണാം. കൂടുതൽ ശ്രദ്ധയോടുകൂടെയും കൂടുതൽ താല്പര്യത്തോടു കൂടെയുമാണ് ആ വെള്ളിയാഴ്ചയെ വരവേൽക്കുക എന്നത് ഒരു സ്വാഭാവികതയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദരണീയമായ ഒരു സമയം നമ്മളിലേക്ക് വന്നാൽ, ഒരു പവിത്രമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാൽ, ആരാധനകൾക്ക് പ്രത്യേകമായ പരിഗണന ഉണ്ടെന്ന് ബോധ്യമായാൽ ഉറപ്പാണല്ലോ ദുആക്ക് പ്രത്യേക ഇജാബത്തും ഉണ്ടാകുമെന്നുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തൊരു മാസമുണ്ട്. ഖീറത്തുല്ലാഹി മിനശ് ശുഹൂർ, മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മാസം ശഹ്റു റജബിൻ വഹുവ ശഹ്റുല്ലാഹ്, അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മാസം റജബ് മാസമാണ്. റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. കേട്ടോളൂ, മൻ അല്ലമ ശഹ്റല്ലാഹി റജബ്, റസൂലുള്ളാഹി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ മാസമായ റജബിനെ ആരെങ്കിലും ആദരിച്ചാൽ ഫഖദ അല്ലമ അംറല്ലാഹ്, അള്ളാഹുവിന്റെ കാര്യങ്ങളെ, അവന്റെ കൽപ്പനയെ റജബിനെ ആദരിക്കുന്ന ആൾ ആ റജബിനെ ആദരിക്ക വഴി ആദരിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അല്ലമ അംറല്ലാഹി അദ്ഖലഹു ജന്നത്തിൻ നഈം, റജബിനെ ആദരിച്ചാൽ അള്ളാന്റെ കാര്യത്തെ ആദരിച്ചു. അള്ളാന്റെ കാര്യത്തെ ആദരിച്ചാൽ അല്ലാഹു തആല ജന്നാത്തുൻ നഈമിൽ അവനെ പ്രവേശിപ്പിക്കും. തീർച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇനി കേട്ടോളൂ, വഔജബ ലഹു റിദ്വാനഹുൽ അക്ബർ, അള്ളാഹുവിന്റെ മാസമായ റജബിനെ ആദരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ വലിയ പൊരുത്തം അള്ളാഹു ആ മനുഷ്യന് നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. അതുപോലെ ഷഅബാൻ മാസത്തെയും റമദാൻ മാസത്തെയും കുറിച്ച് ഈ ഹദീസിൽ പറയുന്നുണ്ട്. ദൈർഘ്യത ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. റജബിനെ ആദരിച്ചാൽ അള്ളാഹു സ്വർഗം വരെ കൊടുക്കുമെന്നത് ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിലെ ഏകദേശം 3532 ഹദീസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്ത ഹദീസ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ റജബ് മാസത്തിൽ വലിയ പവിത്രത മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നതിലപ്പുറം മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ സ്വഹാബത്തും അയിമ്മത്തും അതൊക്കെ ഒരു വലിയ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അതിന്റെ കാരണം പറയുന്നത് കാണാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണിയാണ്. അല്ലാഹു തആല അറബി മാസ കലണ്ടറിലെ നാം കാണുന്ന മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള ആ 12 മാസങ്ങൾ, അതായത് ഒരു വർഷത്തെ അല്ലാഹു തആല തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഇന്നല്ലാഹു ഇഫ്തതഹ അസ്സനത ബിശഹരിൻ ഹറാമിൻ വഖ്തതമ ബിശഹരിൻ ഹറാം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കലണ്ടർ വർഷം അല്ലാഹു തആല തുടങ്ങുന്നത് മുഹറം എന്ന
പവിത്രമായ മാസം കൊണ്ടും, പവിത്രത എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട പവിത്രത. 4 മാസം ആദരണീയമാണെന്ന് ഖുർആൻ പറഞ്ഞ കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. മിൻഹ അർബഅത്തുൻ ഹുറും, ഒരു കൊല്ലത്തിലെ 12 മാസങ്ങളിൽ 4 പവിത്രത ഉള്ളതാണ് എന്ന് പറഞ്ഞ ആ 4 മാസത്തിൽ ഒന്ന് മുഹറമാണ്, ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ റജബ്. അപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു വർഷത്തിലെ ആദ്യത്തെ മാസമായ മുഹറം, അല്ലാഹു തആല ആ വർഷത്തെ തുടങ്ങുന്നത് ഖുർആൻ കൊണ്ട് പവിത്രം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, ഖുർആൻ കൊണ്ട് പവിത്രത സ്ഥിരപ്പെട്ടിട്ടുള്ള മുഹറം കൊണ്ട് ഒരു വർഷത്തെ തുടങ്ങുകയും ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ 4-ൽ ഒരു മാസമായ ദുൽഹിജ്ജ കൊണ്ട് ആ ഒരു വർഷത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വസബബു ഹുർമത്തി ദുൽഖഅദത്തി, ഖുർആൻ കൊണ്ട് പവിത്രത സ്ഥിരപ്പെട്ടിട്ടുള്ള 4 മാസങ്ങളിലെ അതിപ്രധാനപ്പെട്ട ഒരു മാസമായ ദുൽഖഅദയിൽ ഹജ്ജിന് വേണ്ടി പോകുന്നു എന്ന ഒരു പുണ്യകർമ്മം, ഹജ്ജിനെ നെയ്യത്താക്കിയ ലക്ഷോപലക്ഷം ആളുകൾ യാത്ര ചെയ്യുന്നു ഹജ്ജിനെ നെയ്യത്താക്കിയിട്ട്. അങ്ങനെ വരുന്ന ഒരു പുണ്യകർമ്മം ദുൽഖഅദ മാസത്തിൽ ഉണ്ട്. അതിന്റെ പേരിലായിരിക്കാം അത് ആദരണീയമായത് ഇബ്നു കസീർ പറയുന്നു. മാത്രവുമല്ല, ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന പവിത്രമായ കർമ്മം നിർവഹിക്കപ്പെടുന്നതിന്റെ പരിഗണനയിലായിരിക്കാം ദുൽഹിജ്ജ മാസത്തിന് ശ്രേഷ്ഠതയും അതുപോലെ ഖുർആൻ ആദരണീയം എന്ന് പറഞ്ഞ 4-ൽ ഒരു മാസമായി മാറാനുള്ള യോഗ്യതയും ഉണ്ടായിട്ടുള്ളത്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ് പാപം പൊറുത്ത മുഅ്മിനീങ്ങളായി പാപം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുന്നു എന്ന പരിഗണനയായിരിക്കാം മുഹറം ആദരണീയം എന്ന പട്ടികയിൽ ചേർക്കപ്പെടാനുള്ള കാരണം. എന്നാൽ റജബ് മാസം എന്ന് പറഞ്ഞാൽ ഹജ്ജൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഇടവേളയുടെ സമയമാണ്. ഫീനിസ്ഫിസന ലിൽ ഇഅ്തിമാരി വസിയാറ, ഇടയ്ക്കൊരു ഉംറക്ക് പോവാനും സിയാറത്തിനുമൊക്കെയായി ഈ കൊല്ല ആദ്യ അവസാനത്തിന്റെ ഇടയിലുള്ള ഒരു ഇടവേള സമയം എന്ന നിലക്ക് ഒരു പവിത്രത റജബ് മാസത്തിന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പൊ റജബ് മാസത്തിന് ആദരണീയ പവിത്രത മഹാന്മാർ കൽപ്പിച്ചതിൽ ഒരുപാട് ന്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ, ഇമാം തൊബ്രാനിയും മറ്റും ഒക്കെ ഉദ്ധരിക്കുന്ന, ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റജബ് മാസം വരുമ്പോൾ റസൂലുള്ളാഹി ദുആ ഇറക്കുമായിരുന്നല്ലോ. ഹബീബിന്റെ ഒരു പ്രധാന ദുആയാണല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ചില റിവായത്തിൽ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഇങ്ങനെ ഒരു ദുആ ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിന്റെ ലക്ഷ്യം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവേ, റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ, ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ, അല്ലാഹ് റമളാൻ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ, അല്ലെങ്കിൽ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. ഇങ്ങനെ ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഈ ദുആഇന്റെ ലക്ഷ്യം എന്താ? ഈ ദുആഇന്റെ ലക്ഷ്യം നമ്മൾ ഇസ്തിഹ്ബാബ് ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മാനിൽ ഫാദില ലിഇദ്റാകിൽ അഅമാലി സ്വാലിഹത്തി ഫിഹാ. റജബിലെ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുന്നത് ഒരു ഉന്നതമായ മഹത്വരമായ ശ്രേഷ്ഠതയുള്ള ഒരു കാലം, ഒരു സമയം, ഒരു മാസം നമ്മുടെ മുന്നിൽ വരാനുണ്ടെങ്കിൽ ആ കാലത്തും ആ മാസത്തിലും ഒക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള ദീർഘായുസ് ചോദിക്കലാണ് ശരിക്കും വബല്ലിഗ്നാ റമളാൻ എന്ന പ്രയോഗത്തിലൂടെ. റമളാനിലേക്ക് എത്താനുള്ള ദീർഘായുസ് ചോദിക്കലാണ് ശരിക്കും ഈ ദുആയിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന് ആ അവസരം കൊടുക്കുക എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്നു ഈ പ്രാർത്ഥന വഴി. മഹാന്മാരായ പല സലഫ് സ്വാലിഹീങ്ങളും അവരുടെ ജീവിതത്തിൽ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലുള്ളതാണ്, അവരുടെ ജീവിതത്തിൽ റജബ് എത്തുന്നതിന് മുമ്പ് ഒരു മഹാന്മാരായ പല സലഫ് സാലിഹീങ്ങൾക്കും രോഗം വരുമ്പോൾ അവരാഗ്രഹിക്കും, പടച്ചവനെ റമളാനിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഖദ് മരിള ഖബല ശഹ്രി റജബിൻ, റജബ് എത്തുന്നതിന് മുമ്പേ രോഗം വരുമ്പോൾ അവർ ദുആ ഇറക്കും, ഇന്നി ദഅവതുല്ലാഹ അൻ യുഅഖിറ വഫാതി ഇലാ ശഹ്രി റജബ്, അല്ലാഹുവേ റജബ് മാസത്തിൽ എൻ്റെ വഫാത്ത് ഉണ്ടാവണേ എന്ന് മഹാന്മാർ ദുആ ഇറക്കുമായിരുന്നു. എന്താണ് കാരണമെന്നറിയുമോ? ഫഇന്നഹു ബലഗനി അന്നല്ലാഹ അന്ന ലില്ലാഹി ഫീഹി ഉതഖാ.
കാരണം റജബ് മാസത്തിൽ നരകമോചിതർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പട്ടിക, കുറെ നരകമോചിതരുടെ പട്ടിക അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട്. റജബ് മാസത്തിൽ മരിച്ചാൽ നരകമോചനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ പല മഹാന്മാരും റജബിലും മരിപ്പിക്കണേ എന്ന് ദുആരക്കുമായിരുന്നു. അള്ളാഹു തആല അങ്ങനെ ദ്വാരുന്ന മഹാന്മാർക്കൊക്കെ റജബിൽ വഫാത്താവാൻ അവസരം കൊടുത്തു. റജബ്. അപ്പൊ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബ് മാസത്തിൽ മരിച്ചാൽ പോലും വലിയ ആദരണീയ പവിത്രത കൽപ്പിക്കുന്നു, നരകമോചനം ഉറപ്പിക്കുന്നു. ഇനി കണ്ടോളൂ, റജബ് മാസം എന്ന പവിത്രമായ ഒരു സമയം നമ്മുടെ മുന്നിലുണ്ട്. റജബ് ആദരണീയമാണ്. അല്ലാഹു തആല പ്രാർത്ഥനകൾ തട്ടാത്ത മാസമാണ്. ദുആക്ക് ഇജാബത്തുണ്ട്, ഇബാദത്തിന് പ്രത്യേക പരിഗണനയുണ്ട്. ദോഷം ചെയ്തു കഴിഞ്ഞാൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതനുസരിച്ചുള്ള ഗൗരവവുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഈ റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയും കൂടി അങ്ങ് വന്നാലോ, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഖൈറു യൗമിൻ ത്വലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. സൂര്യോദയം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ദിവസം, ഏറ്റവും ഉത്തമവും ഉന്നതവുമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഒരിക്കൽ ഈ വെള്ളിയാഴ്ചയുടെ പരിഗണനയെ ഒരു ആഴ്ചയുടെ നേതാവ്, ദിവസങ്ങളുടെ നേതാവ് എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളിയാഴ്ച എന്നത് ആദരണീയമായ പവിത്രതയുള്ള ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേകമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതൊരു റജബ് മാസം എന്ന അനുഗ്രഹീത മാസത്തിലാണ് വന്ന് കിട്ടുന്നതെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ തലങ്ങളിലേക്കും നാം ഓരോരുത്തരും ഇറങ്ങിച്ചെല്ലുക എന്ന ഒരു തത്വം മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. നമുക്ക് അതിന്റെ ചെറിയൊരു വിശദാംശത്തിലേക്ക് കടന്നു പോകാം. മഹാന്മാരായ അള്ളാഹുവിന്റെ സൂഫിയാക്കളായ അയിമ്മത്ത് ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ആശയങ്ങൾ അവർ പങ്കുവെച്ച ഒരു കവിതയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. ബിസാലിഹിൽ അമലിൽ മുൻസി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുൻ അതാ من أشهري حرمي من أشهري حرمي إذا دعا الله داع فيه لم يخبي طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. എത്ര മഹത്തരമായ വരികൾ! നമ്മുടെയൊക്കെ നന്മയും തിന്മയും എഴുതിയ 7 കിതാബിനെ തരുമ്പോൾ നമ്മുടെ കയ്യിൽ വലത്തെ കൈ കൊണ്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നാളെ മഹ്ശറയിൽ വെച്ച് മനുഷ്യന്മാരുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ കിതാബ് കൊടുക്കുമ്പോൾ വലങ്കയ്യിൽ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇടങ്കയിലും കിട്ടും. അല്ലാഹു അതിൽ നിന്ന് ഒഴിവാക്കട്ടെ. വലത്തെ കയ്യിലേക്ക് കിട്ടുന്ന കിതാബ് തൂവെള്ള നിറമായിരിക്കും. ഇടത്തെ കയ്യിൽ കിട്ടുന്ന കിതാബ് കറുത്ത കിതാബായിരിക്കും. പറയുന്നു മഹാന്മാര് പറയുന്നു, നിന്റെ കറുത്ത ആ ഇടത്തെ കയ്യിൽ കിട്ടാൻ ഇരിക്കുന്ന, ഭാവിയിൽ നിന്റെ ഇടത്തെ കയ്യിലേക്ക് വരാനിരിക്കുന്ന ആ കറുത്ത കിതാബിനെ ഫീ റജബി, റജബ് മാസത്തിൽ നീ ഒന്ന് വെളുപ്പിച്ചോളൂ. റജബ് മാസം വന്നു കഴിഞ്ഞാൽ നിനക്ക് ഭാവിയിൽ ഇടങ്കയിൽ കിട്ടേണ്ട കറുത്ത കിതാബിനെ റജബ് മാസത്തിലെ ഇബാദത്ത് കൊണ്ട് നിനക്ക് വെളുപ്പിക്കാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, അള്ളാഹുവിന്റെ നരകത്തിന്റെ തീ ആളലിൽ നിന്നും ജ്വാലയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുന്ന അമലു സ്വാലിഹാത്ത് കൊണ്ട് റജബ് മാസം നീ വ്യാപൃതനാവുക. അങ്ങനെ വരുമ്പോൾ നിന്റെ ആ റജബ് മാസം കൊണ്ട് കറുത്ത കിതാബിനെ വെളുപ്പിച്ച് നിന്റെ വലത്തെ കയ്യിൽ എത്തിക്കാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റജബ് കൊണ്ട് പരലോകം രക്ഷപ്പെടാനുള്ള അമൽ ചെയ്യാൻ പറ്റും എന്ന് മഹാന്മാർ പഠിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ അടുത്ത ലൈൻ നോക്കിക്കോളൂ. ശഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരി ഹുറമി ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി. പവിത്രമായ മാസമാണ് നിന്നിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടോ?
നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് റജബ് മാസത്തിലാണ്. ഇതൊരു ആദരണീയമായ മഹത്വരമായ മാസമാണ്. നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ. പവിത്രമായ ആദരണീയമായ മാസത്തിലാണ് നീ വന്നു കയറിയിരിക്കുന്നത്. നിന്നിലെത്തിപ്പെട്ടിരിക്കുന്നത് ആദരണീയമായ മാസമാണ്. ആ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇദാ ദഅല്ലാഹു ദാഇൻ ഫീഹി ലം യഖിബി. ഈ ആദരണീയമായ റജബ് മാസത്തിൽ ആരെങ്കിലും അല്ലാഹുവോട് ദുആ എന്നാൽ ആ ദുആ ചെയ്യുന്നവൻ പരാജയപ്പെടൂല. ആ ദുആ ചെയ്യുന്നവന് ദുആക്ക് ഉത്തരം ഉറപ്പാണത്രേ. ദുആ ചെയ്ത ഉത്തരം ഉറപ്പുള്ള മാസമാണ് റജബ് മാസം. തുബാലി അബ്ദിൻ സക്കാ ഫീഹി തുബാലി അബ്ദിൻ സക്കാ ഫീഹി ലഹു അമലു ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വറൈബി. റജബ് മാസം ആദരണീയമായതിന്റെ പേരിൽ അമലുകൾ, നല്ല നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യ, നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത, നിനക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇതൊരു മഹത്വരായ വരിയാണിത്. ഇദാ ദഅല്ലാഹു ദാഇൻ ഫീഹി ലം യഖിബി. റജബ് മാസത്തിൽ ദുആ എന്നാൽ അല്ലാഹു ആ ദുആ തട്ടൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കാം. പ്രത്യേകിച്ച് ഇമാം ഷാഫിഈ ഒക്കെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, റജബ് 1 ദുആക്ക് പ്രത്യേക പരിഗണനയാണ്. റജബ് 1 ദുആക്ക് പരിഗണന ഉണ്ടെന്ന് ഹദീസിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കേട്ടോളൂ, റജബ് മാസം മൊത്തത്തിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ റജബ് മാസത്തിൽ ഇത് നാം നിലകൊള്ളുന്നത് റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസമാണെങ്കിലോ, വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദുആഇന്റെ ഇജാബത്തുള്ള ദിവസം ആണ്. മാസത്തിന്റെ കണക്കിൽ റജബ് ദുആക്ക് ഇജാബത്ത് ഉണ്ട്, ദിവസത്തിന്റെ കണക്കിൽ വെള്ളിയാഴ്ചക്കും ദുആക്ക് ഇജാബത്ത് ഉണ്ട്. എങ്കിൽ ഈ മാസവും ദിവസവും ഒത്തുചേർന്ന ഈ അനുഗ്രഹീതമായ മുഹൂർത്തം ദുആക്ക് ഇജാബത്ത് നേടുക വഴി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വെള്ളിയാഴ്ചയിലെ ദുആഇന്റെ ഇജാബത്തുള്ള സമയങ്ങൾ ഏതൊക്കെയാണെന്ന്, അതിന് ഏറ്റവും സാധ്യതയുള്ള സമയങ്ങൾ ഏതൊക്കെയാണെന്ന് ചില ഹദീസുകൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ വെള്ളിയാഴ്ച ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള സമയം റജബ് മാസം, അതിന്റെ കൂടെ വെള്ളിയാഴ്ച. റജബ് മാസം മൊത്തവും ദുആക്ക് ഇജാബത്തുണ്ട്, അതിന്റെ കൂടെ വെള്ളിയാഴ്ച ദിവസം എന്ന നിലക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൂടാതെ വെള്ളിയാഴ്ചയിൽ ഇജാബത്തിന്റെ വഖ്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയവും കൂടിയുണ്ട്. അതിന് സാധ്യതയുള്ള നേരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം കേട്ടോളൂ. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു വഖാല ബിയദിഹി യുഖല്ലിലുഹാ യുസഹിദുഹാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരിക്കുന്നില്ല, റസൂലുള്ളാഹി പറയാ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ലസാഅത്തൻ, തീർച്ചയായിട്ടും ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തൻ, ഉറപ്പായും വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറാ, നിസ്കരിച്ച് ദുആ ചെയ്യാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ. അള്ളാഹുവോട് ചോദിക്കുന്നു, വെള്ളിയാഴ്ചയിൽ നിസ്കരിച്ചിട്ട് ദുആ ഇറക്കുന്നു. അത് ഏത് നിസ്കാരമാവാം, ദുആ ആവാം, തഹജ്ജുദ് ആവാം, ഫർദ് നിസ്കാരങ്ങളാവാം, ജുമുഅ ആവാം. ഏത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ഇറക്കാണ് വെള്ളിയാഴ്ച ദിവസം ഒരു മുസ്ലിമായ മനുഷ്യൻ. എന്നാൽ ഇല്ലാ അഅതാഹു ഇയ്യാഹു, ദുആ ചെയ്ത കാര്യം അല്ലാഹു നടത്തി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അങ്ങനെ ദുആ നടത്തി കൊടുക്കപ്പെടുന്ന, ദുആക്ക് ഇജാബത്ത് നൽകുന്ന ഒരു സമയം വെള്ളിയാഴ്ചയുണ്ട്. വഖാല ബിയദിഹി യുഖല്ലിലുഹാ യുസഹിദുഹാ, അതൊരു കുറഞ്ഞ സെക്കൻഡ് നേരങ്ങളേ ഉള്ളൂ. ആ നേരത്തിലൂടെ അവന്റെ ദുആ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൾറെഡി റജബ് മാസം ദുആക്ക് ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച എന്ന നിലയിൽ വെള്ളിയാഴ്ച മൊത്തവും ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ ഇജാബത്ത് വെള്ളിയാഴ്ചയുടെ പകലിൽ ഉണ്ട്. ആ സ്പെഷ്യൽ ഇജാബത്തിന്റെ നേരത്ത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഒന്ന് ടച്ച് ചെയ്താൽ അത് മതി, അവന്റെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതല്ല, സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി കണ്ടോളൂ, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ മറ്റൊരു ഹദീസ് പറയുന്നതായി കാണാം. അൻ നബി സല്ലമത റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു,
മഹാനവറുകൾ പറയാണ്, വല്ലാഹി ലൗ ജിഅ്തു അബാ സഈദിൽ ഖുദ്രി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സ്വഹാബിയും പണ്ഡിതനും ചിന്തകനുമായ അബൂ സഈദിൽ ഖുദ്രി എന്ന മഹാനെ കാണാൻ. അബൂ സലമ എന്നവർ പറയാണ്, അദ്ദേഹവും സഹാബിയാണ്. സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിലെ ചിന്തകനും പണ്ഡിതനുമായ മഹാനായ സീനിയർ സ്വഹാബി മഹാനായ അബൂ സഈദിൽ ഖുദ്രി എന്നവരെ എങ്ങാനും എനിക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസഅൽതുഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, വെള്ളിയാഴ്ച ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു നേരിയ സമയമുണ്ട്, ഒരു കുറഞ്ഞ സമയമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയം ഏതാണെന്നതിനെ പറ്റി ഞാൻ അബൂ സഈദിൽ ഖുദ്രി തങ്ങളെ കണ്ടാൽ ചോദിക്കുമെന്ന് സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാം. അദ്ദേഹത്തെക്കാളും സീനിയറായ കൂടുതൽ വിവരമുള്ള ആളായിരിക്കും ഇതേക്കുറിച്ച്. അങ്ങനെ മഹാനവറുകളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു ലഅല്ലഹു യകൂന ഇൻദഹു ഇൽമുൻ മിൻഹാ ഇൽമുൻ, അതേപ്പറ്റി ഒരു കൃത്യമായ വിവരമുണ്ടാവാൻ സാധ്യതയുള്ള ആളാണ് മഹാനായ അബൂ സഈദിൽ ഖുദ്രി എന്ന സ്വഹാബി. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരു ഉത്തരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടാൽ ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. ഫഅതൈതുഹു, അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, യാ അബാ സഈദ് ഇന്ന അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദ്ദസനാ അൻ സഅഅത്തി ലത്തി ഫിൽ ജുമുഅ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയം, അങ്ങനെ ഒരു സമയം, ഒരു നേരിയ സമയം ഉണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു നേരിയ സമയം ഉണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്നും പറഞ്ഞ് അബൂ ഹുറൈറ തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നേരിയ സമയം ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ സമയം ഏതായിരിക്കുമെന്ന് അബൂ സഈദിൽ ഖുദ്രി എന്നവരെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാമെന്നാണ്. മഹാനായ അബൂ സഈദിൽ ഖുദ്രി എന്ന ചിന്തകനായ സ്വഹാബി പറഞ്ഞു, എടോ അബൂ സലമ റളിയല്ലാഹു അൻഹു, ഞാൻ ഇത് റസൂലുള്ളാഹിയോട് ചോദിച്ചതാ. ഏതാണ് നബിയ സമയം? നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹാ, ഹബീബിനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആ നേരിയ സമയം ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഉത്തരം, ഇന്നി കുന്തു അഅലമുഹാ സുമ്മ ഉൻസിതുഹാ കമാ ഉൻസിതു ലൈലത്തുൽ ഖദ്രി, ആ കുറഞ്ഞ നേരം ഏതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് അള്ളാഹു എനിക്കത് മറപ്പിച്ചത് കളഞ്ഞു, എനിക്ക് മറവി തന്നു. അതേതാണെന്ന് ഞാൻ മറന്നുപോയി. ലൈലത്തുൽ ഖദറിന്റെ രാവ് ഏത് രാവാണെന്ന് എനിക്ക് അള്ളാഹു മറവി തന്ന പോലെ ഈ സമയം ഏതാണെന്ന കാര്യത്തിലും അള്ളാഹു എനിക്ക് മറവി തന്നു. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ചയിൽ ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള ഒരു സമയമുണ്ട്. ആ സമയം ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് സാധ്യത തോന്നിയ സമയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ, സാധ്യതയുള്ള സമയം കേട്ടോളൂ. ഒന്നാമത്തെ സമയം, സാധ്യതയുള്ള ഒന്നാമത്തെ സമയം കേട്ടോളൂ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബിയായ അബീ ബുർഖത്ത് ബിൻ അബീ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ മകൻ അബൂ ബുർഖ എന്നവർ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ഒരിക്കൽ ചോദിച്ചു, എടോ അബീ ബുർഖ എന്നവരെ, നിന്റെ വാപ്പ അബൂ സഈദിൽ ഖുദ്രി എന്ന മഹാനായ സ്വഹാബി പറയുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഈ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയത്തെ കുറിച്ച് റസൂലുള്ളാഹിയിൽ നിന്നും എന്തെങ്കിലും അറിഞ്ഞിട്ട് അത് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളിൽ നിന്നും എന്റെ വാപ്പ കേട്ടതായി സമീഅതുഹു യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ള സ്വലാഹ്. എന്റെ വാപ്പ ആ സമയത്തെ കുറിച്ച് റസൂലുള്ളാഹിയിൽ നിന്നും കേട്ടറിഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അബൂ മുസ്അ അശ്അരി എന്ന എന്റെ വാപ്പ അതിന് സാധ്യതയുള്ള ഏത് സമയം? ഹബീബിന് അള്ളാഹു മറവി കൊടുത്തിട്ടുണ്ട് ആ സമയം ഏതാണെന്നുള്ളത്. എന്നാൽ അതിന്റെ സാധ്യതയുള്ള സമയം ഏതാണെന്ന് റസൂലുള്ളാഹി പറയുന്നത് എന്റെ വാപ്പ കേട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇമാമ് ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറി അവിടെ കൂടിയിരിക്കുന്ന ജുമഅക്ക് വന്നിരിക്കുന്ന ആളുകളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറഞ്ഞിട്ട് മിമ്പറിലൊന്ന് ഇരിക്കും. അത് കഴിഞ്ഞ് മുക്രി ബാങ്ക് വിളിക്കും. അങ്ങനെയാണല്ലോ ജുമഅയുടെ തുടക്കം. അപ്പൊ ഇമാമ് മിമ്പറിൽ ഇരുന്ന നേരം മുതൽക്ക് നിസ്കാരം തീരുന്നതിന്റെ ഇടയിലുള്ള സമയത്താണ് ആ ദുആക്ക് ഇജാബത്തുള്ള നേരം കടന്നു പോകുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാപ്പ കേട്ടു. വാപ്പ എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബൂ മുസ്അ അശ്അരി തങ്ങളുടെ മകൻ പറയുകയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഖുതുബ ഓതുമ്പോൾ അതിൻ്റെ അകത്തൊരു ദുആ ഉണ്ട്. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. കാരണം ഖുതുബ ഓതുമ്പോൾ ഉള്ള ദുആക്ക് ഇജാബത്തിന്റെ നേരത്തോട് ബന്ധപ്പെടാൻ പറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമ് മിമ്പറിൽ ഇരുന്നത് മുതൽക്ക്
നിസ്കാരം തീരുന്നതിന്റെ ഇടയിലുള്ള സമയത്ത് ആ ടൈം കടന്നു പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഖുത്ബയിൽ സ്വാഭാവികമായിട്ടൊരു ദുആ ഉണ്ട്. ആ നേരത്ത് അതിലേലും നോക്കി തലയമാന്തിരുന്നിട്ട് കാര്യമില്ല. ഖുത്ബയിൽ ഖത്തീബ് ദുആ ഇറക്കുമ്പോൾ ആ ദുആക്ക് ആമീൻ പറഞ്ഞോളണം നല്ലോണം. കാരണം അതിലെ എല്ലാ കാര്യവും ഉണ്ട്. ആ ഖുത്ബ കഴിഞ്ഞിട്ടുള്ള ഖുത്ബയുടെ അവസാന ഭാഗത്ത് വരുന്ന ദുആ എല്ലാ കാര്യവും ഉള്ള ദുആയാ. ദുനിയാവിന്റെ ആഖിറത്തിന്റെ സർവ്വകാര്യവും ആ ദുആയിലുണ്ട്. ആ സമയത്ത് നല്ലോണം ആമീൻ പിടിച്ചോളൂ. കാരണം ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറയപ്പെട്ട ആ സമയം ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഇരുന്നത് മുതൽക്ക് നിസ്കാരം തീരുന്ന വരെയുള്ള ഈ സമയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എൻ്റെ വാപ്പ കേട്ടു, വാപ്പ എന്നോട് പഠിപ്പിച്ചു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി അതിന് സാധ്യതയുള്ള ദുആക്ക് ഇജാബത്തുള്ള കുറഞ്ഞ നേരം പാസ് ചെയ്യുന്ന സമയം ആവാൻ സാധ്യതയുള്ള മറ്റൊരു രംഗം നോക്കിക്കോളൂ. മറ്റൊരു ഹദീസിൽ കാണാം. മഹാനായ തുർമുദി ഇമാം അവിടുത്തെ ജാമിഇൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. عن كثير بن عبد الله بن عمرو بن عوف المزني عن أبيه عن جده عن رسول الله صلى الله عليه وسلم. ഹബീബ് പറയുന്നു ഇന്ന ഫിൽ ജുമുഅത്തിൽ സഅതൻ ലാ യസ്അലുല്ലാഹൽ അബ്ദു ഫീഹാ ശൈഅൻ ഇല്ലാ താഹു യാഹു. വെള്ളിയാഴ്ച ദിവസം ഇജാബത്തിന്റെ വഖത്ത് എന്ന് പറയുന്ന ഒരു നേരിയ ടൈം പാസ് ചെയ്തു പോകുന്നുണ്ട്. ആ സമയത്ത് ആര് ദുആ ഇരുന്നാലും ഉത്തരവുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഖാലു, അപ്പ സ്വഹാബികൾ അന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യത്തു സഅത്തിൻ ഹിയ, അത് ഏത് സമയമായിരിക്കും നബി എന്ന് ചോദിച്ചു. എന്നെ അത് മറവി തന്ന് അള്ളാഹു മറപ്പിച്ച് കളഞ്ഞ സമയമാണെങ്കിൽ പോലും അതിന് സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സമയം റസൂലുള്ളാഹി പറഞ്ഞു, ഹീന തുഖാമുസ് സ്വലാത്തു ഇലൽ ഇൻസിറാഫി മിൻഹാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനിടയിലുള്ള ഏതെങ്കിലും നേരത്തായിരിക്കും ആ സമയം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരശേഷമുള്ള ദുആയിൽ പങ്കെടുത്താൽ നമുക്ക് ആ ഇജാബത്ത് നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിലെ ഇജാബത്തിന്റെ ഈ സമയം ഉള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം എന്ന ആ പദവിയിലേക്ക് എത്തിയതെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ മഹത്തായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ ദിവസത്തിൽ ഇജാബത്തിന്റെ നേരമെന്ന് പറയുന്ന ആ നേരത്ത് തന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്ത് സംഭവിക്കുന്നത് ഇജാബത്തിന്റെ നേരം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളിയാഴ്ചയിൽ ആ നേരിയ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ആദം നബി വഫാത്താകുന്നതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി വഫാത്തായത് അസ്ർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ സമയത്തെ അസ്ർ കഴിഞ്ഞ് ഏത് സമയം ദുആക്ക് വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്ന വെള്ളിയാഴ്ചയിലെ പവിത്രമായ സമയത്തെ അസ്ർ കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൽതമിസു സാഅത്തല്ലത്തി തുർജാ ഫീ യൗമിൽ ജുമുഅത്തി ബഅദൽ അസ്രി ഇലാ ഗൈബൂബത്തി ശംസി. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്, ദുആക്ക് ഇജാബത്തുള്ള ഒരു നേരിയ ടൈം കടന്നു പോകുന്നത് അസ്ർ മുതൽക്ക് സൂര്യാസ്തമയം, അതായത് മഗ്രിബ് വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നതായി കാണാം. ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് റജബ് മാസത്തിൽ ദുആക്ക് ഇജാബത്തുണ്ട്. റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയും കൂടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇജാബത്ത് ഇരട്ടിയാകുന്നു. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടൈം ഉണ്ട്. ആ ടൈമിന്റെ സാധ്യതയുള്ള സമയവും നമ്മൾ ദുആഇൽ വ്യാപൃതരാണ് എങ്കിൽ അത് ജുമുഅയുടെ മുമ്പുണ്ട്, ജുമുഅ നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ട്, ജുമുഅ കഴിഞ്ഞിട്ട് അസ്ർ വരെയുള്ള ടൈമിലുണ്ട്, ജുമുഅ കഴിഞ്ഞ് അസ്ർ കഴിഞ്ഞിട്ട് മഗ്രിബിനുള്ളിലുള്ള ടൈം ആ സമയത്തുണ്ട്. അപ്പൊ ജുമുഅയോടുകൂടെ വെള്ളിയാഴ്ച അവസാനിക്കുന്നില്ല. വെള്ളിയാഴ്ചയുടെ മഹത്വവും ഇജാബത്തും ജുമുഅയ്ക്ക് ശേഷവും നിലനിൽക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം ഹദീസ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ വഫീഹാ സഅത്തുൻ ലാ യുസാദിഫുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതാഹു ഇയാഹു. ദുആ ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഇജാബത്ത് ലഭിക്കുന്ന ഒരു കുറഞ്ഞ ടൈം വെള്ളിയാഴ്ച പാസ് ചെയ്യുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഈ ഹദീസ് അനുസരിച്ച് ആ ഒരു ടൈം പാസ് ചെയ്യുന്ന വെള്ളിയാഴ്ച കൊല്ലത്തിൽ ഒരു വെള്ളിയാഴ്ച ഉണ്ടാവാറുള്ളൂ എന്ന് മഹാനായ കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന മഹാപണ്ഡിതനായ സ്വഹാബി പറഞ്ഞു. അത് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. അബൂ ഹുറൈറ തങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഈ കഅബുൽ അഹ്ബാർ എന്ന വേദപുരാണങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലൊക്കെ നല്ല കഴിവുള്ള പണ്ഡിതനാണ് ഈ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബി. ജൂത പണ്ഡിതനായിരുന്നു, ഇസ്ലാമിലേക്ക് വന്ന ആളാണ്.
അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു വെള്ളിയാഴ്ച കൊല്ലത്തിൽ ഒരിക്കൽ ഉണ്ടാവാറുള്ളൂ, ഇജാബത്തിന്റെ ടൈം പാസ് ചെയ്യുന്ന വെള്ളിയാഴ്ച ഒരിക്കൽ ഉണ്ടാവാറുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഫഖുൽതു ബൽ ഫീ കുല്ലി യൗമി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വെള്ളിയാഴ്ചയിലും ഉണ്ട്, അല്ലാതെ കൊല്ലത്തിലേതെങ്കിലും ഒരു വെള്ളിയാഴ്ചയില്ല, ഒരു വർഷം ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിലല്ല ആ ഇജാബത്തിന്റെ സമയം. ആഴ്ചയിലെ എല്ലാ വെള്ളിയാഴ്ചയിലും ഇതുണ്ട്, ഒരു കൊല്ലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഉണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന ജൂതമതത്തിൽ നിന്നും ഇസ്ലാമിൽ വന്ന ജൂത പണ്ഡിതനായിരുന്ന, വേദങ്ങളിലും പുരാണങ്ങളിലും അപാരമായ അവഗാഹമുള്ള മഹാപണ്ഡിതൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് വിയോജിച്ചു നിന്നു. കൊല്ലത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ, അത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അത് എല്ലാ വെള്ളിയാഴ്ചയിലും ഉണ്ടാ നേരിയ ഒരു സമയം, ഇജാബത്തിന്റെ നേരം. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വേദപുരാണങ്ങളിൽ അത്രയും മഹത്വരമായ ഒരു നേരത്തെ കുറിച്ച് ചർച്ചയുണ്ടോ എന്ന് റഫർ ചെയ്തു. ആ സമയം മഹാനവറുകൾ തൗറാത്ത് പോയി പാരായണം ചെയ്ത് നോക്കിയപ്പോൾ മഹാനവറുകൾ അതിൽ കണ്ടു, തൗറാത്തിൽ പോലും ഈ ഉമ്മത്തിന്റെ ഓരോ വെള്ളിയാഴ്ചയിലെയും ഇജാബത്തിന്റെ ഒരു സമയത്തെ കുറിച്ച് തൗറാത്തിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞ ഉദ്ധരണിയെ മഹാനവറുകൾ ശരിവച്ചു. രണ്ടാമത് വന്നിട്ട് സദഖ റസൂലുള്ളാഹി, റസൂലുള്ള പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞത് തന്നെയാണോടോ ശരി? ആഴ്ചയിൽ ഒരിക്കലാണ് റസൂലുള്ള പറഞ്ഞല്ലോ, അങ്ങനെ നീ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ശരി. കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു അവസരമല്ല, എല്ലാ ആഴ്ചയിലും ഈ അവസരമുണ്ട്. ഏതവസരം? പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന അവസരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ റജബ് മാസം വെള്ളിയാഴ്ച ദിവസം, റജബ് മാസം മൊത്തത്തിൽ ദുആക്ക് ഇജാബത്ത്, വെള്ളിയാഴ്ചയും മൊത്തത്തിൽ ദുആക്ക് ഇജാബത്ത്, കൂട്ടത്തിൽ വെള്ളിയാഴ്ചയിൽ സ്പീഡിൽ ഇജാബത്ത് കിട്ടുന്ന ഒരു ടൈം പാസ് ചെയ്യുന്നു എന്ന് പറയുന്നതും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമയം വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നറിയാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട്, അദ്ദേഹവും ഇതുപോലെ തന്നെ ജൂതമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന മഹാപണ്ഡിതനാണ്, തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തോടും ഇതുപോലെ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ മഹാനവറുകളും പറഞ്ഞത് വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞാലും ദുആക്ക് ഇജാബത്തുണ്ട്. റജബ് മാസാണ്, വെള്ളിയാഴ്ചയാണ്, ദുആക്ക് ഇജാബത്ത് വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞും ഉണ്ട്, ജുമുഅ കഴിഞ്ഞാലും ഉണ്ടാകും. മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലുണ്ട് ഹദീസ്, വെള്ളി അസ്ർ ടു മഗ്രിബിന്റെ ഇടയിലുള്ള ടൈം ആയിരിക്കും. അപ്പൊ നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ, റജബ് ആദരണീയമാണ്, റജബ് ആദരണീയം, ദുആക്ക് ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്, അത് റജബ് മാസമാണെങ്കിൽ വെള്ളിയാഴ്ച എന്ന പരിഗണനയും റജബ് എന്ന പരിഗണനയും ആ ദുആയിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിൽ വെള്ളിയാഴ്ച എന്ന പരിഗണനയോടുകൂടെ വെള്ളിയാഴ്ചയിലെ സ്പെഷ്യൽ ടൈം ഉണ്ട് ദുആക്ക് ഇജാബത്തുള്ളത്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ജുമുഅക്ക് ഖത്തീബ് മിമ്പറിൽ ഇരുന്ന് നിസ്കാരം തീരുന്നവരെയുള്ള ടൈം, അപ്പൊ ഖുത്ബയുടെ അകത്തുള്ള ദുആ ഇജാബത്തുള്ളതാണ്. പിന്നെ അടുത്ത സമയം ഖത്തീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങി ഇഖാമത്ത് കൊടുത്തിട്ട് അവിടുന്ന് ജുമുഅ പിരിഞ്ഞ് ജനങ്ങൾ പോകുന്നതിനിടയിലുള്ള, അപ്പൊ കുറെ ആളുകളൊക്കെ പള്ളിമുറ്റത്തുണ്ടാവും, കുറെ പേര് റോട്ടിലുണ്ടാവും, അപ്പൊ പള്ളിയിലിരുന്ന് ദുആ ഇറക്കാം ജുമുഅയൊക്കെ കഴിഞ്ഞ ശേഷം, അപ്പോഴും ഇജാബത്തുണ്ട്. ചിലർ പറഞ്ഞു അസ്ർ വരെ, ചിലർ പറഞ്ഞു, ചില അയിമ്മത്ത് പറഞ്ഞു, സഹാബികളുടെ ഉദ്ധരണി അസ്ർ ടു മഗ്രിബിന്റെ ഉള്ളിൽ ഏറ്റവും സാധ്യത ആ സമയത്താണെന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ദുആക്ക് ഇജാബത്തുള്ള പ്രധാനപ്പെട്ട ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവോട് ചോദിക്കാനുണ്ട്, ഒന്നും വെറുതെ ആവരുത്, ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുക. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ദുആ. ദുആ ചെയ്യുന്തോറും അവൻ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ദുആ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്കുള്ള അടുപ്പം കൂടി വരികയാണ്. കാരണം അവന് ഒരു സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അള്ളാഹുവിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹ് ഒഴിവാവണില്ല. ശരിക്ക് റജബ് മാസത്തിന് അങ്ങനെ ഒരു അവസരം നമ്മളായി റജബ് മാസത്തിൽ ഉണ്ടാക്കണം. എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു ദിവസം 5 വഖത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ 5 വഖത്തിലും ദുആ ചെയ്യുകയും ആ 5 വഖത്തിന് പുറമെ എക്സ്ട്രാ വീണ്ടും ദുആ ഇറക്കുകയും ദുആ തന്നെ ഇങ്ങനെ ദുആ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.